അല്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നോ? അതെ, ആഗ്രഹം ഉണ്ടായിരുന്നു. മാർഷൽ ആർട്സ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മകൾക്ക് എത്ര വയസ്സായിരുന്നു? അവൾക്ക് 17 വയസ്സ് കഴിഞ്ഞു. മോളുടെ അരങ്ങേറ്റമായിരുന്നു ഇന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റേജിൽ വെച്ച് ചെയ്യാൻ പറ്റിയതൊരു വലിയ അനുഗ്രഹമാണ്. ശിവമയം നൃത്ത കലാക്ഷേത്ര അവിടുത്തെ ടീച്ചർ ഐശ്വര്യ ടീച്ചറാണ് ഗുരു, അല്ലേ? അപ്പം ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ സെഷനിലാണ്. താങ്ക് യു. ഈ ഒരു നിമിഷം എത്ര വർഷം മുന്നേ മനസ്സിൽ കണ്ടിരുന്നു? ഇവള് ഈ കുട്ടിക്കാലത്ത്, പ്രത്യേകിച്ച് ഒരു 4 വയസ്സ് ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തൊട്ടേ പാട്ട് ചാനലിലൊക്കെ വരുമ്പോൾ അത് നോക്കിയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കൊറിയോഗ്രാഫിയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഡാൻസിൽ കുറച്ച് ടാലൻ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് പഠിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന ഒരാഗ്രഹം അന്നേ ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം അവൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം എന്ന് വിചാരിച്ചു, അല്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നോ? അതെ, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട്, ഇതിനോട് വലിയ ഇഷ്ടമുള്ളത് കൊണ്ടും പഠിപ്പിക്കും. എന്തെങ്കിലും കാര്യത്തിന് എതിര് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കാര്യം എല്ലാം സപ്പോർട്ടാണ്, എല്ലാത്തിനും സപ്പോർട്ടാണ്. എതിരായിട്ടൊന്നും പറയാറില്ല. ഇപ്പം അത് നല്ല കാര്യമല്ലെങ്കിൽ ഓക്കെ, അതായത് ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ പറയും. ബാക്കി എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിക്കണമെന്നല്ല. മാർഷൽ ആർട്സ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി പറഞ്ഞ പോലെ തന്നെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും എല്ലാ പരിപാടിയും കൂടെ നടക്കാതെ വരും. കാരണം പഠിക്കാനും കൂടുതലുണ്ട്, പിന്നെ ഡാൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് ആണ്. അപ്പോൾ ഇനി ഇളയാളെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹം. അതാ വരുന്നു മാർഷൽ ആർട്സിൻ്റെ. മകൾക്ക് കാലിൽ ചെലങ്ക കെട്ടി കൊടുത്തല്ലോ, ആ ഒരു സംഭവം പറയാം. ആ ഒരു നിമിഷത്തെ ഏതൊരു അച്ഛനെയും പോലെ സന്തോഷം അത്രേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് നമ്മൾ കലാലോകത്തുനിന്ന് വന്നതുകൊണ്ടും കലാകാരനായതുകൊണ്ടൊക്കെ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് തോന്നി ആ ഒരു സമയത്ത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മുടെ മോൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത്. ഒരു വലിയ സന്തോഷം.